വീക്കെൻഡ് തിരുവല്ലാമലയിൽ നിന്ന് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുകയാണ്. പയ്യൻ കഥകളിലൂടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബ്ലാക്ക് ഹ്യൂമറിൻ്റെ എഴുത്തുകാരനായി മാറിയ വീക്കെൻഡിനെ നമ്മൾ ഓർമ്മിക്കുന്നു. ശ്രീകാന്ത് തിരുവല്ലാമലയിൽ നിന്ന്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീകാന്ത്, അവിടെ സ്ത്രീകളുടെ നീണ്ട നിരയുണ്ടോ? വോട്ടെടുപ്പിൽ ചിലകരിൽ അവർ കാര്യമായി പങ്കെടുക്കുന്നുണ്ടോ? തിരുവല്ലാമല കുറച്ചൊക്കെ BJPക്ക് ഒരു സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണല്ലോ, പറയൂ. തീർച്ചയായും എസ്കേൻ, വീക്കെൻഡിന്റെ നാടാണ് തിരുവല്ലാമല. ഒപ്പം തന്നെ വില്വാദ്രിനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ സ്ഥലമാണ്. ഒപ്പം തന്നെ ഇതിൽ പറയേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം, NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണിത്. മുൻപ് അവരുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന, ഈ തിരുവല്ലാമലയിൽ അവരുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന K. ബാലകൃഷ്ണനാണ് നിലവിൽ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നത്. അതിനാൽ തന്നെ അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മേഖല കൂടിയാണ് ഈ തിരുവല്ലാമല പഞ്ചായത്ത് എന്ന് പറയുന്നത്. പാമ്പാടി GHSS ആണ്. 115, 116, 117 ബൂത്തുകളാണ് SKN ഇവിടെയുള്ളത്. രാവിലെ തന്നെ BJP സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ ഈ 116 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു. രാവിലെ ഈ 116 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് തകരാർ പരിഹരിച്ച് മുന്നോട്ട് പോവുകയുണ്ടായി. നമുക്ക് ഒരു കാര്യം ആലോചിക്കണം. ഇവിടുത്തെ ജനപ്രതിനിധി നേരത്തെ രാജിവെച്ച് MP ആയി മത്സരിച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച് പോയതിനെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഇപ്പോൾ ജനങ്ങളുടെ പ്രതികരണം കൂടി നമുക്ക് തേടാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വീണ്ടും അടുത്തടുത്ത് തന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്, എന്താ പറയാനുള്ളത്? വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തായിരുന്നോ? ഇപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് വോട്ട് ചെയ്യേണ്ടി വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം വോട്ട് ചെയ്യണേ. കന്നി വോട്ടറാ? അതെ. SKN ഒരു കന്നി വോട്ടറെയാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ രാവിലെ വലിയ നിരയുണ്ടായിരുന്നു, വലിയ നീണ്ട നിരയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരക്കൊരല്പം കുറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ വൈകുന്നേരത്തോട് ഉച്ചയോടൊക്കെ അടുത്ത് വരുമ്പോൾ കൂടുതൽ ആൾ വരും എന്നാണ് കരുതുന്നത്. വോട്ട് ചെയ്തോമേ? ഇല്ല, വോട്ട് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഈ അടുത്തടുത്ത് വോട്ട് ചെയ്യേണ്ടി വരുന്ന വല്ല ബുദ്ധിമുട്ടുണ്ടോ, അതോ വലിയ ആവേശമുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ആവേശത്തിലാണ്. വലിയ പ്രചരണവും കോലാഹലവും ഒക്കെ നടന്നു. എനിക്ക് തോന്നുന്നു ചേലക്കരക്കാർ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു പ്രചരണവും ചാനലുകളും ഈ വലിയ കൊട്ടും മേളവും ഒക്കെ കാണുന്നത്, അല്ലേ? ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു വലിയ ആവേശമുണ്ട് ഇവിടെ, കാണാനുണ്ടോ? വരും. ഇപ്പൊ തിരക്ക് വരാൻ പോണേ ഉള്ളൂ. എല്ലാരും വീട്ടിലെ വേല കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് വരും. SKN അങ്ങനെയാണ്. കാരണം ഇതൊരു ഗ്രാമീണ മേഖലയാണ്. രാവിലെ കുറേയധികം ജോലിയുള്ളവരുണ്ട്. ഇന്നൊരു പ്രവൃത്തി ദിവസം കൂടിയാണ്. ജോലിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പരമാവധി ആളുകൾ ബൂത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. വൈകുന്നേരം വരെ സമയമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആളുകളെ ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അതവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. എന്തായാലും പോളിംഗ് ഉയരട്ടെ. ജനാധിപത്യത്തിൻ്റെ ഉത്സവം, ജനങ്ങളത് ആഘോഷമാക്കട്ടെ. SKN.